ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ രാവിലത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റത് ചിക്കനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാത്തൂസിനൊക്കെ ചുമയും കഫക്കെട്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാനൊരു കപ്പിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് പിന്നെ ഒരു 2 പനിക്കൂർക്കയും 2 തുളസിയുടെ ഇലയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ അതൊന്നും അവിടെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കറി വെക്കാനായിട്ട് കുക്കറിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. അപ്പം ഞാനിത് ആദ്യം കുക്കറിൽ ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സബോള അരിഞ്ഞതൊക്കെ അങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം 2 മീഡിയം സൈസിലുള്ള സബോളയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഇപ്പോൾ നമുക്ക് ചിക്കൻ കുറവായ കാരണം അത്ര സബോള ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ കുക്കർ ഇതേ ഒന്ന് ചൂടായി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം സബോള ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ആയാലും എന്ത് കറി വെക്കുകയാണെന്നുണ്ടെങ്കിലും സബോള നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ സബോളയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കാതെ വെറുതെ ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് നമ്മൾ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ബിരിയാണിക്കായാലും അതെ അല്ലാതെ ചിക്കൻ കറി വെക്കുകയാണെന്നെങ്കിലും മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ സബോള വാട്ടിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിമ്മിലാക്കി വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ സബോള നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വെന്തിട്ടും ഉണ്ടാവും, നല്ല മുരിഞ്ഞും വരും കേട്ടോ. അങ്ങനെ സബോളയൊക്കെ ഇത് ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു പാത്തൂസ് വന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ സബോള നല്ല രീതിയിൽ അങ്ങോട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും ഒരു 4 അല്ലി വെളുത്തുള്ളി കേട്ടോ. നല്ല വലുപ്പമുള്ള വെളുത്തുള്ളിയാണേ. അങ്ങനെ അതും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ പേസ്റ്റാക്കി എടുക്കാറുണ്ട്, ഇന്നിപ്പോൾ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ പേസ്റ്റാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലല്ലേ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കിയെടുത്താൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചിക്കൻ മസാല, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ അങ്ങോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുത്തു കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കുക. വേറൊന്നല്ല, തക്കാളി ഇല്ലാത്ത കാരണം ഉണ്ടാട്ടോ. ഇവിടെ ഒരാളെ അന്വേഷിച്ചപ്പോൾ ആളെ കാണാനില്ല, കളിക്കാൻ പോയേക്കാം. ഇവിടെ ലീവ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ കളിക്കേണ്ട ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ വെക്കേഷനും കൂടിയല്ലേ, അപ്പോൾ എന്നാൽ പൊക്കോട്ടെ വെച്ച് ഞാൻ വിളിക്കാനും നിന്നില്ല കേട്ടോ. അങ്ങനെ തക്കാളിക്ക് പകരം ഞാനിപ്പോൾ ഇത് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ മധുരപ്പാവും കറിക്ക്. നല്ല അത്യാവശ്യം ഞാൻ കറിയിൽ എരിവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ അതിൽ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഈ കറി വെക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി കിടക്കട്ടെ വെച്ചിട്ട് അങ്ങോട്ട് ഇടുന്നതാണ്. അല്ലെങ്കിൽ ഇവർ വിചാരിക്കുന്നുണ്ടാവും എന്നും ഇപ്പോൾ ഈ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ എന്തിനാ എന്നും ഈ വീഡിയോ കാണിക്കുന്നതെന്നൊക്കെ കേട്ടോ. പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണട്ടേന്നേ. അങ്ങനെ കറി ചിക്കനൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സബോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചേർത്തോ ചേർത്തില്ല എന്നൊരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണല്ലോ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം. എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ തന്നെ എന്തായാലും അത്യാവശ്യം വെള്ളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇതൊന്ന് തിളച്ചപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിപ്പോൾ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. വെറും 2 വിസിൽ മാത്രം അടിച്ചെടുക്കാം. അങ്ങനെ ചിക്കൻ കറിയൊക്കെ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തക്കാളി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ കറിക്ക് വലിയ സുഖം തോന്നുന്നില്ല കേട്ടോ. എനിക്ക് മീൻ കറി ആയാലും ചിക്കൻ കറിയൊക്കെ ആയാലും തക്കാളി മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഏത് കറിയിലും എനിക്ക് തക്കാളി വേണം. ചിലർ തക്കാളി ഇടാതൊക്കെ വെക്കും, പക്ഷേ എനിക്ക് തക്കാളി മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അതിന് ചിക്കൻ കറി അവിടെ ഇറക്കി വെച്ചതിന് ശേഷം ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചപ്പാത്തി ഇന്ന് മേടിച്ച ചപ്പാത്തിയാണ് കേട്ടോ. ഇന്ന് സമയം കിട്ടിയിട്ടില്ല. നമ്മൾ സ്കൂളിലുള്ള ദിവസം നമ്മൾ അലറാം വെച്ചൊക്കെ നമ്മൾ എണീക്കും. സ്കൂളില്ലാത്ത ദിവസമോ നമ്മൾ അലറാം വെക്കില്ല, നേരം വൈകി എണീക്കാനും അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തി മേടിച്ചതായിരുന്നു. അത് തലേ ദിവസം മേടിച്ച ചപ്പാത്തി കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വെറും 2 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ചപ്പാത്തി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഇത് നല്ലപോലെ തന്നെ അങ്ങോട്ട് പൊളച്ച് വരുന്നുണ്ട് കേട്ടോ. മേടിച്ച ചപ്പാത്തി ആണെങ്കിലും ഞാൻ പരത്തുന്ന ചപ്പാത്തി ആണെങ്കിൽ ഇതേപോലെ പൊളച്ച് വരാറുണ്ട് കേട്ടോ. ചപ്പാത്തി നല്ല രീതിയിൽ തന്നെ ചപ്പാത്തിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അപ്പോൾ ചൂടാപ്പിക്കും പാത്തൂസിനും വാരി കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ദിലു അവിടെ കളിക്കാൻ വേണ്ടി ദിലു വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോഴേക്കും ഇവർക്ക് ഭക്ഷണം കൊടുത്ത് ഞാനും കഴിക്കാനായിട്ട് അങ്ങനെ 3 ആളും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. എന്തായാലും ചൂടാപ്പിക്കും പാത്തൂസിനും വാരി കൊടുക്കണം. അപ്പോൾ കൂട്ടത്തിൽ പിന്നെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം
ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് പുതിയ വീഡിയോസൊക്കെ ചെയ്യാനൊരു പ്രചോദനം ആവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്നത്. അതുപോലെ ഈ സമയത്ത് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണേ. കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ അതെ കുറച്ചധികം തുണികളുണ്ട് കേട്ടോ കഴുകാനായിട്ട്, കുറച്ച് നല്ല അത്യാവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സോപ്പും പൊടിയിലൊക്കെ ഒന്നിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ നടക്കട്ടെ. അതവിടെ നടക്കുമ്പോഴേക്കും നമുക്ക് വേറെ പണി ചെയ്യാം. വേറെ ഒന്നല്ല, കുറച്ച് ദിവസമായി മാറാമ്പിലേക്ക് അടിച്ചിട്ട്. അപ്പോൾ ഇവിടെ ജലദോഷം, തുമ്മൽ, പനിയൊക്കെ മാറി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ മാറാമ്പിൽ അടിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അടിക്കാതിരുന്നാലും പ്രശ്നമാണ്. ആ പൊടികൾ വീണ്ടും ശ്വസിച്ച് വീണ്ടും അസുഖം വരും. അപ്പോൾ അത് കാരണം ഞാൻ ഒന്നും നോക്കിയില്ല. ഇന്നിപ്പോൾ എന്തായാലും വെക്കേഷനാണ്. അപ്പോൾ സുഡാപ്പിയും പാത്തൂസും സുഡാപ്പിയുടെ കൂടെ സുഡാപ്പി വീട്ടിലുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ചോളും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, TV വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ TV ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പരസ്യം വരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ എനിക്ക് ഇവിടുത്തെ അകം TV വെച്ച റൂമിൽ നമുക്ക് വേഗം അടിച്ച് വാരി അതൊന്ന് വൃത്തിയാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറാമ്പിലൊക്കെ അടിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം മാറാമ്പിലാന്നല്ല പറയുക, നല്ല രീതിയിൽ തന്നെ മാറാമ്പിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സത്യം പറയല്ല, നമ്മുടെ ഈ വീട് മണ്ണ് ചുമരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും പെട്ട് തന്നെ മാറാമ്പിൽ പിടിക്കൂട്ടെ. ചുമരുമ്പലൊക്കെ ഇങ്ങനെ പൊടി ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ചൂല് കൊണ്ട് നല്ല രീതിയിൽ തന്നെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് പോവുള്ളൂ, ഇല്ലെങ്കിൽ അതവിടെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ഫാനുമേലും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. പിന്നെ ഞാൻ ഈ ചുമരുമ്പോൾ ഇതേപോലെ ബെഡ്ഷീറ്റ് കെട്ടിയേക്കണം എന്താണെന്നറിയും. ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയായിരിക്കും. മണ്ണ് ചുമരായ കാരണം ഇങ്ങോട്ട് ഒരു ഹോളായി കഴിഞ്ഞാൽ അതും അങ്ങനെ പോയി തൊട്ട് കഴിഞ്ഞാൽ മണ്ണിങ്ങനെ പൊടിഞ്ഞ് കിടക്കയിലേക്ക് വീഴുക. അപ്പോൾ ഇവർ കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ചുമരുമ്പോൾ തൊടലും പിടിക്കലൊക്കെ ആകുമ്പോൾ അതിങ്ങനെ വീഴല്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബെഡ്ഷീറ്റ് അവിടെ കെട്ടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കെട്ടിയിട്ട് 2-3 ദിവസമായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ അയച്ച് ബെഡ്ഷീറ്റ് അലക്കിയിട്ട് ഇപ്പോൾ പുതിയത് കെട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതിലധികം പൊടിയൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഞാനത് അങ്ങോട്ട് ഊരിയെടുത്ത് മൊത്തത്തിൽ അങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ മാറാമ്പിലടിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റ് അലക്കാൻ എടുക്കുന്ന കാരണം കൊണ്ട് തന്നെ കിടക്കയിലത്തെ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറാമ്പിൽ അടിക്കുന്ന സമയത്ത് ഇതിലേക്ക് വീഴാകുമ്പോൾ നമുക്ക് ആ ബെഡ്ഷീറ്റ് അങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ മതി. പിന്നെ ജസ്റ്റ് ഒന്ന് കിടക്ക തട്ടി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ മൊത്തത്തിൽ കിടക്കയിൽ വീഴും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വേറെ അലക്കായിട്ടൊരു തുണി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ബെഡ്ഷീറ്റ് എല്ലാം കട്ടുമ്പോൾ ബെഡിൽ വീണ പൊടികളൊക്കെ അങ്ങോട്ട് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ഒരാളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മൂത്താൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആളങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് ക്യാമറ ഓണാണ് എന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ വേഗം അവിടെ നിന്ന് ഓടിപ്പോയിട്ടോ. പിന്നെ ഞാൻ അതേ വേഗം ഇതാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ജനൽ അടച്ചിട്ടാണ് വെളിച്ചം വരുള്ളൂ കേട്ടോ. നമ്മൾ ഫോണൊക്കെ വീഡിയോ ഓണാക്കുന്ന സമയത്ത് എന്നാൽ മാത്രമേ ഇവിടെ വെളിച്ചം വരുള്ളൂ. ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും വെളിച്ചം കുറവായിരിക്കും. അപ്പോൾ ഞാനിപ്പം ജനൽ അടച്ചിട്ടാൽ മാത്രമേ ഇവിടെ വെളിച്ചം വരുള്ളൂ. അപ്പോൾ അതെന്തായാലും അടയ്ക്കട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ജനലടച്ചിടാൻ വേണ്ടി കയറിയതാണ്. അപ്പോഴാണ് മനസ്സിലായത് അപ്പുറത്തെ വശത്തും കൂടി പോയിട്ട് മാറാമ്പിൽ തട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഈ ജനലിൻ്റെ മുകളിൽ മൊത്തത്തിൽ മാറാമ്പിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തൽക്കാലം ഇപ്പം ഇങ്ങനെ നിൽക്കട്ടെ, നമുക്ക് അതിലേ പോയിട്ട് തട്ടി കൊടുക്കാൻ വെച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇവിടെ 2-3 പാവക്കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കുടഞ്ഞെടുക്കണം. ഇപ്പോൾ മാറാമ്പിൽ അടിച്ച സമയത്ത് അതും കൂടി ഒന്ന് പറ്റിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുക്കിംഗ് വീഡിയോയിലാണ് കേട്ടോ വ്യൂസൊക്കെ നല്ല രീതിയിൽ വരുന്നത്. നമ്മുടെ ബ്ലോഗിൽ അധികം അങ്ങോട്ട് വരുന്നില്ല. പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം ബ്ലോഗാണ്. കുക്കിംഗ് ചെയ്യാൻ വലിയ ഇഷ്ടമില്ല എന്നല്ല, എന്നാലും നമുക്ക് അതിൻ്റേതായ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. നമുക്കിപ്പോൾ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പാത്രങ്ങളും ഇതൊക്കെ വേണം. ഇതിപ്പോൾ അതൊന്നുമില്ല, നമ്മൾ സാധാരണക്കാരല്ലേ. അപ്പോൾ അതിനുള്ള പാത്രങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുക്കിംഗ് വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ നല്ല വ്യൂസ് വരുന്നത് എന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോയിലാണ് കേട്ടോ വ്യൂസ് വരുന്നതും. അങ്ങനെ എന്തായാലും ഇപ്പോൾ ഞാൻ അവിടെ അടിക്കലും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷത്തേക്കും ആൾക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ സുഡാപ്പിയും 10 ദിവസം അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാർട്ടൂണാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ പരസ്യം വരുമ്പോൾ സിനിമയും വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ മാറാമ്പിലൊക്കെ ഉണ്ട്. പിന്നെ ചുമരിൻ്റെ ബാക്കിലൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ കുത്തി വരഞ്ഞ് കോറിയിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം തുടച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ചോക്കല്ലേ വെച്ചിട്ട് തുടയ്ക്കാൻ വന്നത്. പക്ഷെ ചോക്കല്ല, അത് ക്രയോൺസ് കൊണ്ട് വരച്ചതാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, അത് പോവില്ല. ബാക്കിൽ വരച്ചുകൊണ്ട് കുഴപ്പമില്ല എനിക്കിത്. ഇപ്പോൾ ഫ്രണ്ടിലും കൂടി ആയത് കണ്ട് ഒരു രക്ഷയില്ല. എന്നാലും ഞാൻ അങ്ങോട്ട് ജസ്റ്റ് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേഗം ഒന്ന് അടിച്ച് വാരണം. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട്. അപ്പോൾ അടിച്ച് വാരേണ്ട കാര്യമാണ് ഏറ്റവും റിസ്ക് ഉള്ള കാര്യം കേട്ടോ. വേറെ ഒന്നല്ല,
ഒക്കെ താഴേക്ക് തട്ടിയിട്ട കാരണം കൊണ്ട് നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്. എൻ്റെ പനിയും പാത്തൂസിൻ്റെ പനിയൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ മിക്കവാറും ജലദോഷം വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. പാത്തൂസിനുണ്ട് കേട്ടോ ചെറുതായിട്ട് ജലദോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമയുണ്ട് കേട്ടോ ആൾക്ക്. വേറെ ബുദ്ധിമുട്ടൊന്നും ജലദോഷവും ഇല്ല പനിയും ഇല്ല, ചുമയുണ്ട് ഇടയ്ക്ക്. അപ്പോൾ 2 ദിവസം മുമ്പാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്ന് നേരം വൈകിട്ടാണ്, 7 മണി 8 മണി ആയിട്ട് കേട്ടോ വീട്ടിലെത്തുമ്പോൾ. അന്ന് പോയി. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നമ്മുടെ കരോളിന് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചതാണ് കേട്ടോ. അത് സുഡാപ്പിക്ക് വേണ്ടി മേടിച്ചതായിരുന്നു, ഞങ്ങൾ മേടിച്ചതല്ല. ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ചേട്ടനും ചേച്ചിയും കൂടി പോയപ്പോൾ സുഡാപ്പിക്ക് മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ. അപ്പൂപ്പൻ്റെ തൊപ്പിയും ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് സുഡാപ്പി ഇങ്ങനെ ഇട്ടപ്പോൾ പാത്തൂസ് പെട്ടെന്ന് കണ്ടപ്പോൾ അവൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചിട്ട് പനി വന്നതാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ രാത്രി മാത്രമേ പനി ഉണ്ടായിരുന്നുള്ളൂ, പകൽ പനിയൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ആൾക്ക് അപ്പം തന്നെ കൈയൊക്കെ നല്ല ചൂടായിട്ട് വരിക. അപ്പം അങ്ങനെ പേടിച്ചിട്ട് എന്തായാലും ഞാനിപ്പോൾ വൈകുന്നേരത്തേക്ക് പനിക്കാണെങ്കിൽ മരുന്നുമില്ല കൊടുക്കാനായിട്ട്. ആദ്യത്തെ മരുന്നൊക്കെ കുറേ നാളായിട്ട് മുമ്പ് മേടിച്ച് വെച്ചിട്ടുള്ള മരുന്നായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് മേടിക്കണം എന്ന് വെച്ചിട്ട് പോയതാട്ടോ. പിന്നെ എൻ്റെ ഈ ചൂലുമുറി കെട്ട് ഉണ്ടാവും, വേറെ ഒന്നല്ല പുതിയ ചൂലായിരുന്നു, സുഡാപ്പി എടുത്തൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കളയാനുള്ള മനസ്സ് വരുന്നില്ല, മേടിച്ചിട്ട് അത്ര ദിവസമായിട്ടുള്ളൂ. പിന്നെ ഇതുകൊണ്ട് അടിച്ച് വരാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് കെട്ടി വെച്ചതാണ് കേട്ടോ. താഴേക്കത് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒടിഞ്ഞു പോയതാണ്. എന്നിട്ട് 2 സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു കോല് നടുവിൽ കുത്തി കൊടുത്തിട്ട് 2 കൂടി ജോയിൻറ്റ് ചെയ്ത് അവിടെ ഒരു കടലാസ് കെട്ടി കൊടുത്തതാണ് കേട്ടോ. കടലാസല്ല കവർ കെട്ടി കൊടുത്തതായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ അടിച്ചു വരി. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഇറയൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്, അതുപോലെ അകമൊന്ന് തുടയ്ക്കുന്നുണ്ട്. മൊത്തത്തിൽ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് 2 ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് മേലൊക്കെ ഒന്ന് പാത്തൂസിൻ്റെ കഴുകി കൊടുത്തിട്ട് വേണം പാത്തൂസിനൊന്ന് കുറച്ച് നേരം കിടത്തി ഉറക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ ഒരു മേല് കഴുകലൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ചൂടായ കാരണം കൊണ്ട് തന്നെ അവൾക്ക് 2 പ്രാവശ്യം മേല് കഴുകണം. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടെയൊക്കെ നഖമൊന്ന് തുടച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ അകമൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് വേണം, തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വിരിച്ചിടാനായിട്ട് പോകണം. അപ്പോൾ ഇവിടെ ഇറയത്തെ ഫാന് കേടായ കാരണം കൊണ്ട് നമ്മൾ വാതിൽ തുറന്നിട്ട് ആ കാറ്റ് കൊണ്ട് ഇത് ഉണങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ ആദ്യം ഒന്ന് നല്ല വെള്ളത്തോടു കൂടി തുടച്ച് പിന്നെ മുറുക്കി പിഴിഞ്ഞിട്ടൊന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ അത് നല്ല വെളിച്ചമുള്ള കാരണം കൊണ്ട് ക്യാമറയിൽ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. പിന്നെ ഞാനത് അകത്ത് വന്നിട്ട് തുടയ്ക്കാനായിട്ട്. അപ്പോൾ ആ ടൈമിൽ പാത്തൂസ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ, തുടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ മാറാമ്പിലേക്ക് അടിച്ച് ഈ പൊടി ഇത്രയായിട്ട് നമ്മളത് തുടയ്ക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ഇവർ ഇറങ്ങി കളിച്ച് നടക്കുന്നതും പിന്നെ ആ പൊടിയൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അവളെ കരച്ചിലൊന്നും നോക്കിയില്ല. പക്ഷെ അവളെ കരച്ചിൽ കൊണ്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് തൊണ്ട എന്താ പറയുക ചുമയുള്ള കാരണം കൊണ്ട് സൗണ്ടിനൊരു മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൾ തീരെ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ അടുക്കളയൊക്കെ തുടച്ചത് അവളെ എടുത്തിട്ടായിരുന്നു കേട്ടോ അടുക്കളയൊക്കെ തുടച്ചത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ആ വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്താണ്ടിരുന്നത്. പിന്നെ മൊത്തത്തിൽ വീഡിയോ എനിക്ക് എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആളെൻ്റെ ഒക്കത്ത് കയറി നിന്നിട്ടോ. പിന്നെ തീരെ സമ്മതിക്കുന്നില്ല, നിൽക്കാൻ പറഞ്ഞിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, തുണി വിരിച്ചിടാലോ വെച്ചിട്ട് അങ്ങനെ അവിടെ പോകുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ പോയി വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മുമ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വോയിസ് കൊടുക്കുന്ന ഇടയിൽ അതൊക്കെ വിട്ടുപോയി എന്നൊരു സംശയമുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്നും ഒരു ഓർമ്മയില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത്ര കുഞ്ഞു വിശേഷങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ അസ്സലാമു അലൈക്കും.